എല്ലാവർക്കും നമസ്കാരം. ഈ ഗ്രീൻ പീസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല എളുപ്പത്തിലുള്ള അധികം മസാലകളൊന്നും ചേർക്കാതെ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൽ ചേർക്കുന്നതേ ഇല്ല. ഗ്രീൻ പീസ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. ഗ്രീൻ പീസ് കറിയിലേക്ക് 1 കപ്പ് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. ഗ്രീൻ പീസ് നന്നായി വെന്തു. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതേ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു വലിയ സവാളയും ഒരു വലിയ പച്ചമുളകും നന്നായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങയും ചേർക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ച് റെഡിയായി. ഇതിലേക്ക് ഒരു വറവിട്ട ഗ്രീൻ പീസ് കറി